ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി റവ റോസ്റ്റാണ്. വളരെ കനം കുറച്ച് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതും ക്രിസ്പി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോസിൽ കാണിക്കുന്നത്. റവ കൊണ്ട് നമ്മളെപ്പോഴും ഉപ്പുമാവാണ് പെട്ടെന്ന് തയ്യാറാക്കുക. അപ്പോൾ ഇതേപോലെ റോസ്റ്റ് തയ്യാറാക്കിയാൽ വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടും. റവ റോസ്റ്റിന് പറ്റിയ തേങ്ങാ ചട്നിയും കൂടി ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോസിലേക്ക് പോവാം. ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് എന്ന അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് എന്ന അളവിൽ പത്തിരിപ്പൊടിയോ നൂൽപുട്ടിൻ്റെ പൊടിയോ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് എന്ന അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് നമ്മൾ 1/2 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് എന്ന അളവിൽ മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാറ്റർ കലക്കിയതിന് ശേഷം ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് വീണ്ടും ഉപ്പിട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ എന്നുള്ള ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള കുരുമുളക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തതും കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തതും 1 കഷ്ണം ചെറിയ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തതും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. 1 സവാള സ്ക്വയറായി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1 കപ്പ് എന്ന അളവിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വിസ്ക് മാറ്റിയതിന് ശേഷം ഒരു പാച്ചലർ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. റവയൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 20 മിനിറ്റെങ്കിലും മൂടി വെക്കണം. 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം. അപ്പോഴാണ് റവയും അരിപ്പൊടിയൊക്കെ കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടും. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ നല്ലപോലെ തിക്കായിട്ടിരിക്കുകയാണ് നമ്മുടെ ബാറ്റർ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. നീർദോശയൊക്കെ ഉണ്ടാക്കിയവർക്ക് അറിയാൻ പറ്റും ആ ഒരു അളവിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കപ്പളവിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു 5 കപ്പെങ്കിലും ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലപോലെ ലൂസായിട്ട് ഇതേപോലെ ബാറ്റർ ഇരിക്കണം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യമായൊക്കെ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ചെയ്യുക. പെട്ടെന്ന് കിട്ടാനും അടി പിടിക്കാതിരിക്കാനൊക്കെയാണ്. ഇരുമ്പ് ചട്ടി ആയാലും നല്ല മയക്കിയെടുത്ത് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ബാറ്റർ നന്നായി ഇളക്കി കൊടുക്കണം. കാരണം റവ അടിയിൽ ഊറി നിൽക്കും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നടുക്കല്ല ഫസ്റ്റ് ഒഴിക്കേണ്ടത്, സൈഡിലാണ് ഫസ്റ്റ് ഒഴിക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് നടുക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഒറ്റിച്ച് കൊടുക്കുക. നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തെടുത്താണ് നമുക്ക് ഇതേപോലെ ബ്രഷ് എടുത്തതിന് ശേഷം ഇതേപോലെ എല്ലാവിടെയും ഒന്ന് എത്തണ പോലെ ഒന്ന് ഒറ്റിച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് ശേഷം നമുക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. അയണിൻ്റെ ചട്ടിയിൽ ചൂടുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം. പെട്ടെന്ന് അടിപിടിക്കും, കരിയും. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാനും കരിയാതെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റവ റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ എൻ്റെ ഓരോ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത റവ റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്തു, നടുക്കിൽ ഒഴിച്ചു കൊടുത്തു, നെയ്യും ഓയിലും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു, തിരിച്ചും മറിച്ചിട്ട് കൊടുത്തു. റവയും മൈദയും അരിപ്പൊടിയും എടുത്ത അളവിൽ നമുക്കൊരു 5 റോസ്റ്റ് കിട്ടി. പക്ഷേ വലിയ നോൺ സ്റ്റിക്ക് പാനാണിത്. ചെറിയ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ നമുക്കൊരു 6 7 കിട്ടും കേട്ടോ. ഇതിന് പറ്റി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും കൂടി അരച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ അരമുടി തേങ്ങ ചുരണ്ടിയെടുത്തത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിക്കുക. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം മിക്സഡ് ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടുക്കടല ചേർത്തി കൊടുക്കുക. എനിക്ക് പൊട്ടുക്കടല അത്ര ചേർത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിയിട്ടില്ല. ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ എന്നുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ എന്നുള്ള കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. താളിച്ചതിന് ശേഷം നമുക്ക് ചട്നിയിലേക്ക് ഇങ്ങോട്ടാണ് ഒഴിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ചട്നിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കാൻ പാടില്ല. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ചട്നിക്ക് നല്ലൊരു ഭംഗിയും ടേസ്റ്റ് നഷ്ടപ്പെടില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് പിരിഞ്ഞ പോലെ ആയിരിക്കും ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ. പുറത്ത് നല്ല കാറ്റാണ്. പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ട് പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലൈക്ക് തരാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.